രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നത് ലോകത്തുള്ള പല മനുഷ്യരുടെയും ഒരു സ്വപ്നവും ആഗ്രഹവുമാണ്. പക്ഷേ ആ ആഗ്രഹം പലപ്പോഴും അലാം അടിക്കുന്ന നിമിഷത്തിൽ തന്നെ മടിയോടൊപ്പം പൊലിഞ്ഞു പോവുകയും ചെയ്യുന്നു പല ആളുകൾക്കും. അതെങ്ങനെയാണ് നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുക എന്ന ഒരു ചെറിയ അന്വേഷണം, അല്ലെങ്കിൽ അത് കൃത്യമായി അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ ആണ് ഈ എപ്പിസോഡിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയോടെ അക്കാഡമി ഓഫ് ഇൻഡ്യൂഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മറ്റെവിടേക്കുമല്ല, നിങ്ങൾക്കകത്ത് തന്നെയുള്ള ലോകങ്ങളിലേക്ക്. ലോകപ്രശസ്ത ബോക്സിംഗ് ചാമ്പ്യനായിട്ടുള്ള മുഹമ്മദ് അലി പറയുന്നുണ്ട്, പരിശീലനത്തിൻ്റെ ഓരോ നിമിഷവും ഞാൻ പരിശീലനത്തെ വെറുക്കുന്നു, പക്ഷേ ഒരിക്കലും അതിനെ ഇല്ലാതാക്കരുത്. കുറഞ്ഞ പരിശീലനം കൊണ്ട് നിങ്ങളുടെ ജീവിതകാലത്തേക്ക് മുഴുവനുള്ള സന്തോഷത്തെ കൊണ്ടുവരാൻ ആ പരിശീലനം കൊണ്ട് നിങ്ങൾക്ക് കഴിയുമെന്ന്. അതുപോലെ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് എങ്ങനെയാണ് ലളിതമായ പരിശീലനത്തിലൂടെ ഏറ്റവും സുഖകരമായ ജീവിതത്തിലേക്ക് ചെറിയ കുറച്ച് എഫർട്ട് എടുക്കുന്നതോടുകൂടി എഫർട്ട്ലെസ് ആയിട്ടുള്ള ഒരു ജീവിതക്രമത്തെ, നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ജീവിതക്രമത്തെ എങ്ങനെ പരിശീലിക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് പറയുന്നത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇത്രയേ ഉള്ളൂ. നേരത്തെ എഴുന്നേൽക്കുക എന്നത് നമ്മുടെ പ്രവൃത്തി ചെയ്യാനുള്ള ശ്രമത്തെ നമ്മൾ കൂടെ നിൽക്കുകയും അതിനോട് കൂടെ അതിൻ്റെ ഉത്തരവാദിത്വം, നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നു എന്നാണ് സത്യം. കാരണം പുലരുന്നതിന് മുമ്പ് പുലരുന്ന ദിവസത്തെ നമ്മൾ നേരിടാൻ തയ്യാറാണ്, ആ ദിവസത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്നതാണ് ആദ്യത്തെ ഇൻഡിക്കേഷൻ. അതുപോലെ തന്നെ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ലോകത്ത് ഒരുപാട് മാറ്റം ഉണ്ടാക്കിയ നേതാക്കന്മാരെ, ലീഡേഴ്സിനെ, മറ്റ് പ്രമുഖരെക്കുറിച്ചുള്ള റോബിൻ ശർമ്മയുടെ പുസ്തകത്തിൽ 5 AM ക്ലബ് എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പരിശീലിക്കുന്നത്? ആദ്യം തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ക്രമത്തെ ഒന്ന് അടയാളപ്പെടുത്തുക. ഇപ്പോഴത്തെ ക്രമം എന്ന് പറയുന്നത് മൊബൈൽ നോക്കി രാത്രി 11, 12, 1 വരേക്ക് ഉറങ്ങാതിരിക്കുകയും പിന്നീട് ഉറങ്ങുകയും രാവിലെ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന സമയം ആകുമ്പോൾ മൊബൈൽ റിങ് ചെയ്യുകയും അലാം റിങ് ചെയ്യുകയും ആ സമയത്ത് അത് ഓഫ് ചെയ്ത് വീണ്ടും ഉറക്കത്തിലേക്ക് എഴുന്നേൽക്കാൻ മടിച്ചു പോകുന്ന ഒരു ശീലമാണ് നമുക്കുള്ളത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. മൊബൈലിന് മുമ്പ് ഞാൻ ഒരുപക്ഷെ മൊബൈലിന് മുമ്പ് നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങിയ ഒരു മനുഷ്യനാണ് പലപ്പോഴും. എങ്കിൽ പോലും എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് എന്ന് നോക്കാം. കൃത്യമായിട്ട് ഒന്ന്, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടായിരിക്കണം. നമ്മുടെ ഒരു ആവശ്യമാണ് നമ്മളെ ഒരു പ്രവൃത്തി നമ്മളെ വളരെ അനായാസമായി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്കൊരാവശ്യവും ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല, വളരെ അനായാസമായി ചെയ്യാൻ കഴിയില്ല. അത് മടുപ്പോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ശീലിക്കേണ്ട രീതി ഇതാണ്. 21 ദിവസം. എന്തുകൊണ്ട് 21 ദിവസം? 21 ദിവസം എന്ന് പറയുന്നത് 3 നമുക്ക് പകുത്തെടുക്കാൻ പറ്റും. 7, 7, 7. ആദ്യത്തെ 7 ദിവസം നമ്മൾ മനസ്സിനെ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. ഞാൻ ഇത് സ്വീകരിക്കാൻ പോവുകയാണ്. ഈ 7 ദിവസവും നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ 21 ദിവസം, 21 ദിവസമാണ് നമ്മൾ ഇതിൽ സ്വീകരിക്കുന്നത്. അതായത് ആദ്യത്തെ 21 ദിവസം നിങ്ങൾ കിടക്കുന്ന സമയത്തെയും രണ്ടാമത്തെ 21 ദിവസം നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്തെയും ക്രമപ്പെടുത്തുന്നതാണ്. റോബിൻ ശർമ്മ ഇതിനെ 22, 22, 22 എന്നാണ് ക്രമീകരിച്ചത്, ഒരു ശീലത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി. പക്ഷേ ഞാൻ പറയുന്നു, 20 വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരാൾ 21 ദിവസം, 2, 21, 42 ദിവസം കൊണ്ട് ഇതിലേക്ക് എത്താൻ പറ്റും. അതിൽ കൂടുതൽ പ്രായമുള്ളവർ ഈ 42 ദിവസത്തേക്കും അവരുടെ മനസ്സും ശരീരവും വഴങ്ങുന്നില്ലെങ്കിൽ അത് കുറച്ചുകൂടി പരിശീലിക്കാൻ വേണ്ടി പിന്നീട് സ്വാഭാവികമായിട്ടും നിങ്ങൾ അതേ സമയത്ത് എഴുന്നേൽക്കും. പക്ഷേ ആദ്യത്തെ 21 ദിവസം നിങ്ങൾ 10 മണിക്ക് കിടക്കേണ്ടതുണ്ട്. നിങ്ങൾ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത് എങ്കിൽ 10, 11 മണി വരെ പോകാം. പക്ഷേ നിങ്ങൾ 5 മണിക്കോ 4 മണിക്കോ 4:30 എഴുന്നേൽക്കുന്നെങ്കിൽ 10 മണിക്ക് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ബെഡിലേക്ക് പോയിരിക്കണം. മൊബൈൽ
ഒഴിവാക്കിയിരിക്കണം കിടക്കുന്നതിന് അടുത്ത് നിന്ന്. അപ്പോൾ ആ 21 ദിവസം, ആദ്യത്തെ 7 ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾക്ക് സ്വീകാര്യമാക്കാൻ വേണ്ടിയാണ്. പിന്നെ രണ്ടാമത്തെ 7 ദിവസം മനസ്സ് അതുമായിട്ട് ഇണങ്ങിച്ചേരും. മൂന്നാമത്തെ 7 എന്ന് പറയുന്നത് ശരീരവും മനസ്സും അതുമായിട്ട് ഇണങ്ങിച്ചേരുന്നതാണ് മൂന്നാമത്തെ 7. ഇങ്ങനെ ഈ 3 7കൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഇതിനോട് ഇണങ്ങിച്ചേരാൻ വേണ്ടി തയ്യാറാവുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 21 ദിവസം നമ്മൾ എഴുന്നേൽക്കാൻ വേണ്ടിയല്ല ശ്രമിക്കുന്നത്. ആദ്യത്തെ 21 ദിവസം നമ്മൾ കിടക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നമ്മുടെ എഴുന്നേൽക്കുന്ന സമയം അപ്പോൾ നിങ്ങൾ യാതൊരു വിധത്തിലും പരിഗണിക്കേണ്ടതില്ല. എപ്പോൾ വേണമെങ്കിലും എഴുന്നേൽക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ ഉണരാൻ പറ്റുന്നത് ആ സമയത്ത് എഴുന്നേൽക്കുക. ഇപ്പോൾ നമ്മൾ പരിശീലിക്കുന്നത് 10 മണിക്ക് അല്ലെങ്കിൽ 10:30 കിടക്കാനും ഉറങ്ങാനുമുള്ള പരിശീലനം മാത്രമാണ് 21 ദിവസം. പിന്നെ അടുത്ത 21 ദിവസമാണ് നമ്മൾ എപ്പോഴാണോ നമ്മൾ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് ആയിരിക്കണം ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് ഒരു കാര്യം, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാനുണ്ടായിരിക്കണം. ഒരുപക്ഷെ വായനയായിരിക്കാം, അല്ലെങ്കിൽ സൈക്ലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നടത്തമായിരിക്കാം, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കലായിരിക്കാം. ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം മാത്രം ഞാൻ പറയാം. ഞാൻ പരിശീലിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യം മെഡിറ്റേഷനാണ്. ഒരു വ്യക്തിക്ക് ലോകത്ത് ചെയ്യാൻ എളുപ്പമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ മാത്രമാണ്. കാരണം അതിന് മറ്റൊരു സംഗതിയും ആവശ്യമില്ല. അത് പരിശീലിച്ച് കഴിഞ്ഞാൽ, രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എനർജി. അതിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡീസാണ്. 1400ഓളം പഠനങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. മെഡിറ്റേഷൻ മനുഷ്യനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അത് പുതിയ സയൻറ്റിഫിക്കൽ സ്റ്റഡിയാണ്. അപ്പോൾ അത് പരിശീലിക്കുകയും കൃത്യമായി ചെയ്യുകയും വേണം. എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് ഗുണമില്ല. അപ്പോൾ 21 ദിവസം ഇത് കൃത്യമായി രാവിലെ എഴുന്നേറ്റ് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടെന്നുള്ള കൃത്യമായ ബോധം മനസ്സിലുണ്ടാക്കുകയും 21 ദിവസം കൃത്യമായി ഒരേ സമയത്ത് നമ്മൾ ടൈം പീസ് അടിക്കുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റണം. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ 21 ദിവസം നമ്മൾ ലൈഫ് ലോങ് ആയിട്ട് ഒരു കാര്യത്തെ മനസ്സിലേക്ക് സ്വീകരിക്കുക. 21 ദിവസം പരിശീലനം കഴിഞ്ഞ് ഇത് കഴിഞ്ഞല്ലോ എന്ന മനസ്സോടുകൂടി ഇതിന് നിന്നിട്ട് ഒരു കാര്യമില്ല. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത്. ഇപ്പോൾ ശബരിമലക്കൊക്കെ പോണ ആളുകൾ പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അറിയാം, രാവിലെ നേരത്തെ 4 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്, 5 മണിക്ക് എഴുന്നേൽക്കും. പക്ഷെ അവരെ സംബന്ധിച്ച് 41 ദിവസം കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് 10 മണി വരെ ഉറങ്ങാലോ എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ 41 ദിവസം ഇത് പരിശീലിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് ജീവിതകാലത്ത് മുഴുവൻ, ഈ കാലം മുഴുവൻ ഇതേ സമയത്ത് എഴുന്നേൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്ക് അതിനുശേഷവും സ്ഥിരമായിട്ട് ഒട്ടും ആയാസമില്ലാതെ രാവിലെ എഴുന്നേൽക്കാൻ കഴിയുമായിരുന്നു. അപ്പം വളരെ പ്രധാനപ്പെട്ടത് ഇതാണ്. ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതം ഞാൻ നിർണ്ണയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ രാവിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത്, അതെപ്പോഴും ആവട്ടെ, അത് നേരത്തെ ആവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയേണ്ടതുണ്ട്. അത് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന് വളരെ അത്യാവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ആ ഉപകാരപ്പെട്ടത് നിങ്ങളുടെ പരിശീലനത്തിന് ശേഷം കമൻറ്റ് ബോക്സിൽ എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കിത് കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. അതിനുവേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് നമുക്കറിയാൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദിസ് ഈസ് സുബാബു സൈലൻസ്. എൻഡിങ് ഈസ് നോട്ട് എൻഡിങ്. വി ക്യാൻ മീറ്റ് അഗെയിൻ. സോ ഐ സേ ഗുഡ് ബൈ വിത്ത് താങ്ക് യു.